ഞാനിപ്പോൾ ആൽബങ്ങളൊരു 50-55ഓളം ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വടു ടി ജലീൽ സാറും ശ്രീജിത്ത് രവി അവരുടെ അച്ഛനും മോനും അഭിനയിച്ചൊരു പാഠമാണ് സീൻ സെക്ഷൻ എന്ന് പറഞ്ഞൊരു വർക്ക് ഞാൻ എഴുതി. ഇപ്പോൾ എഴുത്ത്, പാട്ട്, ആക്ടിങ് അങ്ങനെ എല്ലാം ഉണ്ട് കയ്യിൽ. എനിക്ക് ചില കണ്ടന്റുകൾ എൻ്റെ ലൈഫിൽ തന്നെ സംഭവിക്കാറുണ്ട്. ചില കാര്യങ്ങൾ ഫാമിലി, എനിക്ക് 2 കുട്ടികളാണ്. അതെ. മലത്തേടി മണിവാനി അത് തേടി. അപ്പോൾ ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ്? ആരാണ് ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത്? കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ. ഹായ്, അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ചോറ്റാനിക്കരയാണ്. നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ ഉണ്ട്. ആളെ കുറിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ ആളൊരു എഴുത്തുകാരനാണ്, പാട്ട് പാടും, ആക്ടറാണ്, ഡയറക്ടറാണ്, അങ്ങനെ ഒരു ഓൾറൗണ്ടറാണ് ആള്. ചിലപ്പോൾ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും. കണ്ണൻ ബ്രഹ്മമംഗലം. ഹായ്. ഹായ്. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം നല്ല വിശേഷങ്ങളാണ്. ഇപ്പോൾ 2 സോങ് പുതിയ ഇറങ്ങി, അതിൻ്റെ സന്തോഷത്തിലൊക്കെ ഇരിക്കണം. ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയത് വടുവെന്ന് പറഞ്ഞൊരു ഫിലിം ഇറങ്ങിയായിരുന്നു. ശ്രീജിത്ത് രവിയും ടി ജി രവിയും കൂടി അവരച്ഛനും മോനും അഭിനയിച്ച പടം. അതിലൊരു പ്രമോ സോങ് ഉണ്ട്. അപ്പോൾ അത് ഡയറക്ഷൻ ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് വടുവിൽ തന്നെ തുടങ്ങാം. എന്താണ് അതിന് പുതിയ വിശേഷങ്ങളൊക്കെ? വടു ടി ജലീൽ സാറും ശ്രീജിത്ത് രവിയും അവരുടെ അച്ഛനും മോനും അഭിനയിച്ചൊരു പടമാണ്. അപ്പോൾ അത് മുരളി സാറെന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ സാറുണ്ട്. അപ്പോൾ ആ പടത്തിന് വേണ്ടി ഒരു പ്രമോ സോങ് ചെയ്തായിരുന്നു. ആ പ്രമോ സോങ് ഡയറക്ഷൻ ചെയ്യാനായിട്ടാണ് വിളിച്ചത്. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിക്ക് ആ പാട്ട് എല്ലാവരും ഏറ്റെടുത്ത്, ഫിലിമിലെ പ്രമോ സോങ് എല്ലാം ഏറ്റെടുത്ത്. നിഖിൽ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ്, ഐഡിയ സ്റ്റാർ സിംഗറാണ്, ബാക്ക് സിംഗർ കൂടിയാണ്. നിഖിൽ രാജാണ് ഇത് പാടിയേക്കുന്നത്. അത് നല്ല രീതിക്ക് പോയി, നല്ല അഭിപ്രായങ്ങൾ കിട്ടി. അപ്പോൾ ഏകദേശം എത്ര പാട്ടുകൾ പാടിയിട്ടുണ്ട്? ഞാനിപ്പോൾ ആൽബങ്ങളൊരു 50-55ഓളം ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പാട്ടുകൾ അതിനകത്ത് ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകളൊക്കെയാണ്. അപ്പോൾ ഡിവോഷൻ സോങ്ങുകളായിക്കോട്ടെ, അതുപോലെ പ്രണയ സോങ്ങുകളായിക്കോട്ടെ, അതിൽ 2-3 സോങ്ങുകൾ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട്. അത് ഞാനും വൈഫും കൂടിയാണ് ഞാൻ സംഗീതം ചെയ്ത പാട്ട് പാടിയേക്കുന്നത്. അങ്ങനെ ആൽബങ്ങൾ അത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ആ ആൽബങ്ങളിൽ കൂടുതൽ ആക്ട് ചെയ്തിട്ടുണ്ട്. വൈഫ് അപ്പോൾ പാട്ടുകാരിയാണ്? അതെ അതെ. ഞങ്ങൾ 2 പേരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പാടുമ്പോൾ നേരത്തെ പോലെ പാടി പാട്ടുകൾ ഞങ്ങൾ വൈറലാകാറുണ്ട്. ഒത്തിരി പേരിലോട്ട് ഞങ്ങളുടെ പാട്ട് 2 പേരും എത്താറുണ്ട്. അങ്ങനെ കൂടുതലായിട്ട് ഈ മഴവിൽ മനോരമ എന്ന ചാനലിലോട്ട് തന്നെ വിളിക്കാൻ കാരണം ഞാനും വൈഫും കൂടി പാടിയൊരു പാട്ടാണ്. ആ പാട്ട് സുജാത ചേച്ചി കേട്ട് അങ്ങനെ ചേച്ചി ഞങ്ങൾക്ക് എന്നെ ഫോൺ ചെയ്ത് നന്നായിട്ട് പാടിയിട്ടുണ്ടെന്നും പറഞ്ഞ് അങ്ങനെയാണ് ഈ മഴവിൽ മനോരമയിലോട്ട് എന്നെ വിളിക്കണത്. അങ്ങനെ വൈഫിന് ചാൻസ് കിട്ടിയില്ല, എനിക്ക് കിട്ടി. ഞാൻ പോയി പാടി. ഇപ്പോൾ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തപ്പോൾ അതിന് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഏതായിരുന്നു ഷോർട്ട് ഫിലിം? ഷോർട്ട് ഫിലിം ചെയ്തേക്കണത് 2 അവാർഡ് കിട്ടിയായിരുന്നു. ഒരെണ്ണം ഞാൻ എഴുതിയത് ഒരു സീൻ സെക്ഷൻ എന്ന് പറഞ്ഞൊരു വർക്ക് ചെയ്തതിൽ അതിനകത്തൊരു അവാർഡ് കിട്ടി. പക്ഷേ അതിലുപരിയായിട്ട് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിംസ് ഉണ്ട്. അത് 13-ാം കോൽ കിണറ്റിൽ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിംസ് ഉണ്ട്. എനിക്ക് ആദ്യമായിട്ട് ഒരു ആക്ടിങ്ങിലോട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എന്നെ തിരിച്ചറിയുന്നത് അത് രതീഷ് മാത്രം നമ്മളൊരു ചേട്ടനാണ് അതിൻ്റെ കഥ എഴുതിയത്. അത് മന്ത്രിയുടെ നിന്ന് ഒരു റോഷൻ ഹസൻ സാറിൻ്റെ ഒരു അവാർഡ് കിട്ടി. അതാണ് എൻ്റെ ഫസ്റ്റ് ആക്ടിങ്ങിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നണത്. സച്ചിൻ സത്യ എന്ന് പറഞ്ഞ എൻ്റെ ഒരു അനിയൻ ചെറുക്കനാണ് അത് ഡയറക്ഷൻ ക്യാമറയൊക്കെ ചെയ്ത്. അതാണ് ഫസ്റ്റിലെ എൻ്റെ ഒരു അവാർഡ് കിട്ടണം. ഞങ്ങൾക്ക് മന്ത്രിയുടെ നിന്ന് ഒരു അവാർഡ് കിട്ടിയതാണ്. കാരണം അഭിനയമല്ലായിരുന്നു ആദ്യ സമയത്ത്, അഭിനയമല്ല, കൂടുതലായിട്ട് പാട്ടിലൂടെയാണ് പോകുന്നത്. സീൻ സെക്ഷൻ എന്ന് പറഞ്ഞൊരു വർക്ക് ഞാൻ എഴുതി. അതിന് കാരണം കൂടുതലായിട്ട് എനിക്ക് ചില കണ്ടന്റുകൾ എൻ്റെ ലൈഫിൽ തന്നെ സംഭവിക്കാറുണ്ട്, ചില കാര്യങ്ങൾ. അപ്പോൾ അത് ശരിക്കും സത്യം പറയാം എഴുതിയേക്കണ കഥകളൊക്കെ എൻ്റെ ലൈഫിൽ ചെറുതായിട്ട് സംഭവിച്ചേക്കണം. ചിലപ്പോൾ ആരും പറഞ്ഞ് വിശ്വസിക്കില്ല, സത്യമായ കാര്യമാണ്. എൻ്റെ ചെറിയ കണ്ടന്റുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഞാനിതെന്ത് ഇങ്ങനെയാണ് ചിന്തിച്ച് അതൊരു മാസമൊക്കെ ഒരു കഥയൊക്കെ എടുത്തിട്ട് അത് ഷോർട്ട് ഫിലിംസായിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തതാണ് സീൻ സെക്ഷൻ ആയിക്കോട്ടെ. അതും കണ്ടു നോക്കുമ്പോൾ അറിയാം, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈലിലെ ദുരുപയോഗം പോലും അങ്ങനെ ഒരു കഥയാണ്. അതുകൂടാണ്ട് ഇതാ ഇവിടം വരെ എന്നൊരു ഷോർട്ട് ഫിലിംസ് ചെയ്ത് അതും കുറച്ച് ഭാഗം എൻ്റെ ലൈഫിൽ ഇങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായ കാര്യങ്ങളാണ്. അത് രാജബിദേവിൻ്റെ മകനാണ് അതിനകത്ത് എൻ്റെ കൂടെ അഭിനയിച്ചേക്കുന്നത്. ഇപ്പോൾ എഴുത്ത്, പാട്ട്, ആക്ടിങ് അങ്ങനെ എല്ലാം ഉണ്ട് കയ്യിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ്? ആരാണ് ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത്? അത് എൻ്റെ വൈഫ് തന്നെയാണ് തീർച്ചയായിട്ടും. കാര്യം ഞാൻ എന്ത് കോമാളിത്തരം ചെയ്താലും അവർക്ക് ഓക്കെയാണ്. പക്ഷേ പിള്ളേർക്കായാലും ഇതാണ് പറഞ്ഞാൽ അവർക്ക് അത് എന്ത് ചെയ്താലും സൂപ്പർ ആണെന്ന് പറയും. അപ്പോൾ നമുക്ക് നമ്മളെ കൂടെയുള്ള ആൾ തന്നെ നമ്മളെ നല്ല സപ്പോർട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് അവൾ തന്നെയാണ്. ഇപ്പോൾ എല്ലാത്തിൻ്റെയും ബാക്ക് ബോൺ ഫാമിലി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫാമിലിയിൽ ആരൊക്കെയാ ഉള്ളത്? ഫാമിലി എനിക്ക് 2 കുട്ടികളാണ്. എൻ്റെ മോള് സന്തോഷാണ്. അതെ അതെ. ഇത് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇതുപോലെ കേട്ടാണ്.
അപ്പോൾ എൻ്റെ മോള് MIT പഠിക്കണ് ബാംഗ്ലൂർ, എൻ്റെ മോൻ 8ാം ക്ലാസ്സിൽ പഠിക്കണം, പിന്നെ വൈഫ്, അമ്മ. അതാണ് ഞങ്ങളൊരു ഫാമിലി. അപ്പൊ പിന്നെ എല്ലാത്തിന്റെയും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒക്കെ വൈഫ് ഉണ്ട്. അപ്പൊ പിന്നെ നമുക്ക് പുള്ളിക്കാരനും കൂടെ ഒന്ന് വിളിച്ചാൽ. തീർച്ചയായിട്ടും ഇവിടെ നിൽപ്പുണ്ട്. സുമി വാ. അപ്പൊ ചേച്ചിയും പാടുന്നല്ലേ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെയും കൂടി ഒരു 2 വരി. പാടാല്ല 2 വരി. തീർച്ചയായിട്ടും 2 വരി പാടാം. മഴവില്ലിൻ മലർ തേടി മണിവാനിൻ അതിർ തേടി ഒരു രാഗഹംസമോ അനുരാഗവീതിയിൽ. മഴവില്ലിൻ മലർ തേടി മണിവാനിൻ അതിർ തേടി ഒരു രാഗഹംസമോ അനുരാഗവീതിയിൽ. അടിപൊളി. താങ്ക് യു. എൻ്റെ പേര് സുമി എന്നാണ്. ഇപ്പൊ ഇന്നലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബ്യൂട്ടീഷ്യനാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു ഓൾറൗണ്ടർ ചേച്ചിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കി ഈ കലകളൊക്കെ? അതിപ്പോൾ എന്താ പാടുമ്പോൾ ഞാൻ അഭിപ്രായം പറയുന്നത്, കൂടുതൽ അഭിപ്രായം പറയാൻ എൻ്റെ അടുത്ത് ചോദിക്കും. ഞാൻ ഉള്ളവരെല്ലാം ഞാൻ പറയുള്ളൂ. പിന്നെ എനിക്കിഷ്ടമാണ്, വോയിസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ചേട്ടൻ ഇപ്പോൾ ഒരുപാട് ആൽബം സോങ്സ് ഒക്കെ പാടിയിട്ടുണ്ട്. അപ്പം അതിൽ ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോങ് ഏതാ? അതിൽ എനിക്ക് ഒരുപാട് പാട്ടുകളൊക്കെ ഇഷ്ടം തന്നെയാണ്. നമുക്ക് എല്ലാ പാട്ടും പ്രേമാണ്. എങ്കിലും എടുത്തു പറയാൻ പറ്റിയ പാട്ട് എനിക്ക് വൈക്കത്തപ്പൻ്റെ കൂളോ എന്ന് പറഞ്ഞ ഒരു ആൽബത്തിൽ പാടി. അത് സജയൻ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ കൂടെ പാടിയിട്ടുണ്ട്. പക്ഷെ അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സോങ്ങാണ്. പിന്നെ ആൾക്കാരുടെ ഒരുപാട് പേര് ഏറ്റെടുത്തൊരു സോങ് കൂടെയാണ് വൈക്കത്തപ്പൻ്റെ സോങ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ട്. എന്നുള്ളിലുണ്ടൊരു കൈലാസം, അത് ഞാനെന്നും പൂജിക്കും ദേവനുണ്ട്. ഏഴകൾ മാറ്റി എന്നെ മുന്നിച്ച് ആശ്രയം നൽകുന്നൊരപ്പനാണ്, തിരുവൈക്കം വാഴുമെന്നപ്പനാണ്. പിന്നെ ഞാൻ തന്നെ മ്യൂസിക് ചെയ്ത പാട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് ഞാൻ ഇവളെ കൊണ്ട് ആദ്യമായിട്ട് പാടിക്കുന്നതും ആ പാട്ടാണ്. സ്വന്തമായിട്ട് സംഗീതം ചെയ്ത പാട്ട് ഫസ്റ്റിൽ പാടിക്കുന്നത് ഞാൻ ഇവളെ കൊണ്ടാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞത് വൈക്കത്തപ്പൻ്റെ പാട്ടാണെന്ന് പറഞ്ഞല്ലോ. അതൊന്നൊരു 2 ലൈന് പാടാവോ? അതൊരു ഫാസ്റ്റ് സോങ് ആണ്. നിങ്ങൾ 2 വരി ഞാൻ മൂളാം. അത് എന്നുള്ളിലുണ്ടൊരു കൈലാസം, അതിൽ ഞാനെന്നും പൂജിക്കും ദേവനുണ്ട്. ഏഴകൾ മാറ്റി എന്നെ മുന്നിച്ച് ആശ്രയം നൽകുന്നൊരപ്പനാണ്, തിരുവൈക്കം വാഴുമെന്നപ്പനാണ്. എന്നുള്ളിലുണ്ടൊരു കൈലാസം, അതിൽ ഞാനെന്നും പൂജിക്കും ദേവനുണ്ട്. ഏഴകൾ മാറ്റി എന്നെ മുന്നിച്ച് ആശ്രയം നൽകുന്നൊരപ്പനാണ്, തിരുവൈക്കം വാഴുമെന്നപ്പനാണ്. അങ്ങനെയാണ്. കുറച്ചുകൂടിയൊക്കെ ഫാസ്റ്റാണ് ഞാൻ ഇരുന്നത്. ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സോങ്. പക്ഷേ പാട്ട് പാടിയിട്ട് എനിക്ക് പിന്നെ ഒരുപാട് വർക്കുകളും എന്തോ ഒരു അനുഗ്രഹം കിട്ടിയ പോലെ ആ ഒരു പാട്ട് പാടിയതിനു ശേഷം എനിക്ക് ഒരുപാട് വർക്കുകൾ കിട്ടാറുണ്ട്. എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ആ പാട്ടിനോട് എനിക്ക് ഭയങ്കര പ്രിയം. സ്ഥലം ബ്രഹ്മമംഗലം, പക്ഷെ ഇപ്പൊ ഉള്ളത് ചോറ്റാനിക്കര. അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്താ? എൻ്റെ സ്റ്റോറികളൊന്നുമില്ല. എനിക്ക് സ്ഥലം ഇഷ്ടമാണ്. പിന്നെ ഞാനിവിടെ ഒരു സ്കൂളുണ്ട്, ഫിഫ്ത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ സ്കൂളുണ്ട്. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടുത്തെ കുട്ടികൾ പാടാനായിട്ട് വരുമായിരുന്നു. അപ്പോൾ എന്തോ ഞാൻ ഇടയ്ക്ക് ഒരു 3 മാസം 4 മാസം കൂടുമ്പോഴൊക്കെ അവിടെ പ്രോഗ്രാം ചെയ്യാൻ വരും. എനിക്ക് സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ അങ്ങനെ പിന്നെ നമ്മുടെ പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് തന്നെ ഈ ട്രാവൽസിൻ്റെ കുറച്ച് പരിപാടിയുണ്ട്. ഞാൻ എയർപോർട്ടിൽ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി പരിപാടിയൊക്കെ ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ബ്രഹ്മംഗലം കുറച്ച് പിന്നെ നമ്മൾ 40-50 കിലോമീറ്റർ ഓടിച്ചു വേണം നമ്മുടെ ജോലിയും കൂടി നോക്കാനായിട്ട്. അങ്ങനെ എല്ലാം കൂടി ആയപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറിയതാണ്. പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാ? അപ്പോൾ പുതിയതിപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോണ ഒരു ഓണപ്പാട്ട് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്, നിഖിൽ രാജ്. ഞാൻ പറഞ്ഞ അവൻ മ്യൂസിക് ചെയ്തിട്ട് ഞാനും നിഖിലും മനു എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി പാടുന്നൊരു ഓണപ്പാട്ടുണ്ട്. ഒരു അടിച്ചുപൊളി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാനുള്ളൊരു പാട്ടിൻ്റെ പരിപാടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ പുതിയ അതാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഒരുപാട് പാട്ട് കേൾക്കുന്ന ആളും കൂടി ആയിരിക്കില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ലൂപ്പിലിട്ട് കേൾക്കുന്ന ഒരു പാട്ട് ഏതാ? ഞാൻ എം ജയചന്ദ്രൻ സാറിൻ്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. സാറിൻ്റെ പാട്ടുകൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടാണ്. എൻ്റെ സങ്കടത്തിലും സന്തോഷത്തിലും സാറിൻ്റെ പാട്ടുകളുണ്ട്. അപ്പോൾ സാറിൻ്റെ പാട്ടുകൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ സിനിമാ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? എനിക്ക് ഭയങ്കര വിശേഷങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഞാനൊരു 4 പടോളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നത് 4 പടവും പുറത്തിറങ്ങിയിട്ടില്ല. അത് കാര്യമായിട്ട് പറഞ്ഞ ചിരിക്കാൻ പറഞ്ഞല്ല. ഞാൻ ഒരു 3 വർഷം മുമ്പ് ഒരു നായകനായിട്ടൊരു പടം ചെയ്ത് അതിറങ്ങിയില്ല. അതിനുശേഷം വീണ്ടും ഒരു വില്ലനായിട്ടൊരു പടം ചെയ്ത് കുമ്മാട്ടിക്ക്, അതും പുറത്തിറങ്ങിയില്ല. പിന്നെ ഒരു പുറത്തു പറയാൻ പറ്റാത്തൊരു പടം ചെയ്തു, അതും പുറത്തിറങ്ങില്ല. പിന്നെ അത്യാവശ്യം നല്ലൊരു ഡയറക്ടറെ പടം ചെയ്തതാണ്. അത് കഴിഞ്ഞ വർഷം ചെയ്തതാണ്. ഷാജിക്കുള്ള സാറിൻ്റെ മോൻ്റെ ജഗൻ ചെയ്യുന്ന പടം. സിജി വിൽസൺ, രഞ്ജി പണിക്കർ സാറൊക്കെയാണ് നല്ലൊരു ക്യാരക്ടർ ചെയ്തത്.
അതും ഇറങ്ങിയില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ പടത്തിൽ പാടിയിട്ടുണ്ടായിരുന്നു, ട്രോജൻ എന്ന് പറഞ്ഞ മൂവിയിൽ ട്രാക്ക് പാടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഫിലിമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. എന്നാലും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, നമുക്കുള്ള വഴി തുറക്കും, അതിനു വേണ്ടിയല്ല നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാ? പൃഥ്വിരാജാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. ഇപ്പോൾ സിനിമാ ഫീൽഡിൽ കുറച്ച് കാലമായല്ലോ ഉണ്ടായിട്ട്, അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും. അപ്പോൾ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറയുമ്പോൾ അത് ഏതായിരിക്കും? പറയാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഫിലിം ഫീൽഡിൽ. കാരണം നമ്മളൊക്കെ ദൈവത്തിനെ പോലെ കൊണ്ടു കൊടുക്കണ ഒരു നടനുണ്ട്, ഞാനും അങ്ങനെ കരുതുന്നതാണ്. പക്ഷേ ആളുടെ കൂടെ ഞാൻ ജോലി ചെയ്ത, പേരൊന്നും പറയുന്നില്ല, പുള്ളിയുടെ ഗൺമാനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്നിട്ട് രാവിലെ കൊണ്ടുവരിക, തിരിച്ചു പോകുക, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടിരുന്നതാണ്. ഒരു സമയത്ത് ആളോട് ഞാനൊരു ഫോട്ടോ, ഒരു സെൽഫി ചോദിച്ചപ്പോൾ എടുക്കാൻ പറ്റിയില്ലെന്ന് എന്നോട് മൂത്ത് നോക്കി പറഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടവും ഞാൻ ആ സെറ്റ് ചെയ്തിരുന്ന് കരഞ്ഞതും. അന്നത്തെ കൊണ്ട് ഞാൻ ഈ പരിപാടി, അതായത് ഈ ഓഡീഷൻ അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകണില്ല. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ അത് കാണിക്കാൻ നോക്കണം. അന്ന് മുതലാണ് ഞാൻ കൂടുതലായിട്ട് സ്വന്തമായിട്ട് എഴുതിയും അല്ലെങ്കിൽ സ്വന്തമായിട്ട് വർക്കുകൾ ചെയ്യാൻ തുടങ്ങിയത്. കാരണം എൻ്റെ കഴിവുകൾ എനിക്ക് തന്നെ കൊണ്ടുവരണമെന്ന് തോന്നി. കാരണം എൻ്റെ അനുഭവങ്ങളാണ് എനിക്കങ്ങനെ, അതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ. അന്ന് ഞാൻ ഒത്തിരി കരയും കൂടി ചെയ്തു. സെറ്റിൽ ശരിക്കും കരഞ്ഞൊരു അനുഭവമാണ്. കാരണം നമ്മളെല്ലാവരും കാണുന്ന ആ ആളെ നമുക്ക് ദൈവമായിട്ടൊക്കെ കാണുന്ന ഒരു നടനാണ്. പക്ഷേ ആളുടെ നിന്ന് അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടാവുമെന്ന് ഞാനെന്നല്ല, ചിലപ്പോൾ പറഞ്ഞാലും വിശ്വസിക്കില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്, അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. പക്ഷെ അതെൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു സങ്കടമാണ്. ഒരു റോള് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇങ്ങനൊരു റോള് എനിക്ക് കിട്ടിയാൽ നന്നായിരിക്കും എന്ന് തോന്നുന്ന ഒരു റോളായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം നായകനായിട്ടോ അല്ല വേറൊരു അഭിനയിക്കാൻ താല്പര്യമില്ല. എനിക്കൊരു ഭയങ്കരമായിട്ടൊരു വില്ലൻ, എല്ലാവരും വെറുക്കുന്ന ഒരു ക്യാരക്ടർ, അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈവൻ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട്. അത് ശരിക്കൊരു വില്ലൻ വേഷമാണ് എനിക്ക് ഏറ്റവും ചെയ്യാനായിട്ട് താല്പര്യം, കൂടുതൽ എനിക്കിഷ്ടം. ഇപ്പോൾ സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇപ്പോൾ സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. റീൽസ് കൂടെ ആയാലും ഭയങ്കരമായിട്ട് പ്രയത്നം നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? എനിക്ക് കാരണം എന്ന് വെച്ചാൽ ഇതൊരു കഴിവ് മാത്രം പോരാ, ഭാഗ്യം കൂടി വേണം. കാരണം അതിന് ഉദാഹരണമാണ് ഞാൻ. കാരണം ഞാൻ ഇന്നിപ്പോൾ കാരണം എനിക്ക് അഭിനയിക്കാൻ നല്ല കാര്യങ്ങൾ സിനിമയായിട്ട് നടന്നിട്ട് എനിക്ക് അവസാനം സ്വന്തമായിട്ട് വർക്ക് നടക്കുക. ഞാൻ പറഞ്ഞല്ലോ, സ്വന്തമായിട്ട് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യണം. കാരണം എനിക്ക് കിട്ടിയ അനുഭവങ്ങളാണ്. അതുപോലെ എൻ്റെ കൂടെ നിന്നവർ തന്നെ എനിക്ക് ഒരുപാട് സങ്കടമുള്ള കാര്യമുണ്ട്. ഉദാഹരണത്തിൽ എൻ്റെ ഒരു കൂടപ്പുറപ്പിനെ പോലെ വിജയരാജൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. എൻ്റെ കൂടെ എല്ലാ വർക്കിനും കൂടെ നിൽക്കുന്നതാണ്. ഇതിന് വേണ്ടി തന്നെ അവൻ നടന്നിട്ട്. കാരണം എനിക്ക് അവൻ്റെ അനുഭവം എനിക്ക് കാണാൻ പറ്റുന്ന ഇപ്പോൾ പറയാനുള്ളത്. കാരണം ഈ സിനിമയെന്ന് പറഞ്ഞ് ഫുൾ ടൈം നടന്നു കിടന്ന് വീടുമില്ല ഒന്നുമില്ലാണ്ട് ഒരവസ്ഥയിലെത്തി അവൻ്റെ ഫാമിലി തന്നെ നശിഞ്ഞു പോയിട്ട് ഇപ്പോൾ ഗൾഫിൽ ജോലിക്ക് പോകണം. എനിക്ക് അതൊക്കെ കാണുമ്പോൾ, കാരണം ഈ പറഞ്ഞ പോലെ ഭാഗ്യവും കൂടി ഉണ്ടാകണം, കഴിവ് മാത്രം പോരാന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ചേട്ടാ, ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, എല്ലാവർക്കും എല്ലാ കഴിവുകളൊന്നും കിട്ടില്ല. പക്ഷെ ചേട്ടനാണെങ്കിൽ എല്ലാ കഴിവുകളും ഉള്ള ഒരാളാണ്. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എന്തായാലും നമുക്കും നമ്മുടെ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ഒരു പാട്ടും കൂടെ പാടിത്തരുമോ? തീർച്ചയായിട്ടും. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടു നീ, നിഴലായി അലസമലസമായി അരികിലൊഴുകി ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവി കരളിനോടു നീ. അപ്പം ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതും വിശേഷങ്ങൾ പങ്കുവെച്ചതും നമ്മളെ സ്വന്തം കണ്ണൻ ചേട്ടനാണ്. കണ്ണൻ ചേട്ടൻ ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നമ്മളെല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു.